നമ്മളെല്ലാവരും കോപമുള്ളവരാണ്. കോപിക്കാത്ത മനുഷ്യരാരുമില്ല. ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും നമ്മൾ കോപിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അർഹതയുള്ളതിനും അർഹതയില്ലാത്തതിനുമായ കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ കോപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവം പലരിലുമുണ്ട്. നമ്മുടെ എല്ലാ ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ളതായ ചില ദുർഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ദുർസമയങ്ങൾ വന്നെത്താറുണ്ട്. എന്നാൽ ഈ കോപത്തിൻ്റെ മൂലകാരണം എന്താണെന്ന് അല്പനേരം വിചിന്തനം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു പശ്ചാത്താപം തോന്നും. വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കോപിക്കുന്ന മനുഷ്യൻ്റെ വിഡ്ഢിത്തത്തെ മനസ്സിലാക്കുവാൻ ഒരിക്കൽ ദൈവം തീരുമാനിച്ചതായ കഥയാണ് യോനയുടെ പുസ്തകം. അതിൻ്റെ ഉള്ളടക്കം മനുഷ്യൻ ആവശ്യമില്ലാത്തതിന് കോപിക്കുന്നു. അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യത്തിന് വേണ്ടി കോപിക്കുന്നു. ആ കോപത്തെ ലോകത്തിൻ്റെ മുൻപിൽ ഒരു പുസ്തക രൂപത്തിൽ അത് തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കുന്നതായ ഒരു സമ്മതപത്രമായി ആ കഥ വിവരിക്കുവാൻ യോനയുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്തായ ഉദ്യമനമാണ് യോനയുടെ പ്രവാചക പുസ്തകം. ഒരു പ്രവാചകൻ എന്ന രീതിയിൽ ധാരാളം കാര്യങ്ങൾ തനിക്ക് മനസ്സിലാക്കുവാൻ ഉണ്ടായി കാണും. ദൈവത്തിൽ നിന്ന് പല അനുഭവങ്ങളും തനിക്കുണ്ടായി കാണും. പക്ഷെങ്കിൽ ഒരേ ഒരു സംഭവത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അത് ആദ്യം മുതൽ എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അത് അവസാനിച്ചത് എങ്ങനെയെന്ന് ദൈവം അവന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം ദൈവാത്മാവ് അവന് ബോധ്യപ്പെടുത്തി, ഇത് നീ മാത്രം ധരിച്ചാൽ പോരാ, നീ മാത്രം ഗ്രഹിച്ചാൽ പോരാ, വെറും തലമുറ സകല മനുഷ്യരും തിരിച്ചറിയേണ്ടതിന് അത് എഴുതുവാൻ തന്നോട് ആവശ്യപ്പെട്ടു. യോനയുടെ പുസ്തകം 4 അധ്യായം നിറഞ്ഞ ഒരു സംഭവ ചരിത്രമാണ്. എന്നാൽ ആ ചരിത്രം അവസാനിക്കുന്നതായ 2 വാക്യങ്ങളാണ് ആ യോനയുടെ പുസ്തകം എഴുതുവാൻ പ്രധാനമായി യോനയെ പ്രേരിപ്പിച്ചതായ വിഷയം. എന്താണെന്ന് അറിയാമോ? ദൈവം യോനയോട് ചോദിച്ചതായ 2 ചോദ്യങ്ങൾ. യോനയുടെ പുസ്തകം 4 അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യം. നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുവല്ലോ, നിനക്ക് ഭയങ്കര സങ്കടമാകുന്നുവല്ലോ. 11ാം വാക്യം. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ അറിഞ്ഞുകൂടാത്ത 1,20,000 ചെല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയെക്കുറിച്ച് എനിക്ക് അയ്യോഭാവം തോന്നരുതോ. പ്രൈസ് ദി ലോർഡ്. യോന ദൈവത്തിൽ നിന്ന് എത്ര അകലെയാണെന്ന്, അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് എത്ര അകലെയാണെന്ന് ഈ 2 ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. യോന സങ്കടപ്പെട്ടതെല്ലാം ഒരു ആവണക്കിനെ കുറിച്ചാണ്. ദൈവത്തോട് മത്സരിച്ചത് ഒരു ആവണക്കിനെ കുറിച്ചാണ്. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായ അനേകം നഷ്ടങ്ങളെയും ലാഭങ്ങളെയും കുറിച്ചൊന്നും യോനയ്ക്ക് പറയുവാനില്ല. കേവലം താൽക്കാലികമായി മുളച്ചു വന്ന് വാടിപ്പോകുന്ന, ദൈവത്തിൻ്റെ കൽപ്പനയാൽ വളരുകയും ഒരു പുഴു കുത്തിയാൽ ഉടനെ വാടിപ്പോകുന്നതുമായ ഒരു ആവണക്കിനെ കുറിച്ച് നമ്മളും പലപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത് നമുക്ക് തന്നെ അറിയത്തില്ല. നമ്മൾ അധ്വാനിക്കുകയും നമ്മൾ സമ്പാദിക്കുകയും നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയാത്തതുമായ അനേകം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വെറുതെ വഴക്കുണ്ടാക്കാറുണ്ട്. വഴക്ക് മൂത്ത് അത് അടിയായി, ബഹളമായി, കേസായി, വഴക്കായി, കുടുംബഛിദ്രമായി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കേവലം അകന്നു പോകുന്നു, കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നു, കൊലപാതകം നടക്കുന്നു, കോടതി കയറി ഇറങ്ങുന്നു, എന്തെല്ലാം കേസുകൾ അയൽവക്കക്കാരുമായിട്ട്, സഹോദരങ്ങളുമായിട്ട്, കൂട്ടുകാരുമായിട്ട്, മാതാപിതാക്കളുമായിട്ട്. എന്താണ് സംഭവം എന്നറിയാമോ? നാം സൃഷ്ടിച്ചിട്ടില്ലാത്ത ദൈവം നമുക്ക് പാർപ്പിന് വേണ്ടി തന്നിട്ടുള്ളതായ ഭൂമിയുടെ, അല്പമായ ഭൂമിയുടെ നീളവും വീതിയും വിസ്തീർണവും ഒക്കെ പറഞ്ഞ് വഴക്കണം. അതിനെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയില്ല. അത് നമുക്ക് ശാശ്വതമായിട്ടുള്ളൊരു അവകാശമല്ല. നാം ഈ ഭൂമിയെല്ലാം ലോകത്തെ വിട്ടു പോകേണ്ടവരാണ്. ആ ബോധം നമ്മളിൽ നഷ്ടപ്പെട്ട് എന്തൊക്കെയോ ജീവിതത്തിൽ അവസാനം വരെ, അല്ലെങ്കിൽ നിത്യമായി നമുക്ക് തന്നിരിക്കുന്ന ഒരു അവകാശമെന്ന് നാം നിഗമിച്ചുകൊണ്ട് അതിൻ്റെ പേരിലെല്ലാം എന്തെല്ലാം വഴക്കുകൾ. കേവലം പൊന്നിനു വേണ്ടിയും വൃക്ഷങ്ങൾക്ക് വേണ്ടിയും ചെടികൾക്ക് വേണ്ടിയും കൃഷിക്ക് വേണ്ടിയും ആഹാരത്തിന് വേണ്ടിയും. എന്തിനു പറയുന്നു? ഈ അടുത്ത കാലത്തൊരു സംഭവം ഞാൻ വായിക്കുകയുണ്ടായി.
ഒരു സഹോദരനും സഹോദരിയും തമ്മിൽ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ന്യൂസ് പേപ്പർ ചോദിച്ചു കൊടുക്കാഞ്ഞിട്ട് അകത്തിരുന്ന് അലമാരിയിലിരുന്നതായ തോക്കെടുത്ത് കൊണ്ടുവന്ന സഹോദരിയെ വെടിവെച്ചു കൊന്നു. എന്താണെന്നറിയാം? ഒരു ന്യൂസ് പേപ്പർ. ഇങ്ങനെ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കി സ്വസ്ഥത നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, ഐക്യത നഷ്ടപ്പെട്ട് ജീവിതത്തിൽ നാം വലുതായി വളർത്തിക്കൊണ്ടുവന്നതായ അനേക നല്ല നല്ല സമ്പാദ്യങ്ങളെ നാം ഇല്ലായ്മ ചെയ്യുന്നു. ഇത് ലോകം മനസ്സിലാക്കുവാൻ ദൈവം യോനയോട് പറഞ്ഞു, നിനക്കുണ്ടായതായ സങ്കടം നിന്നോടുകൂടെ മരിക്കരുത്. ഈ സംഭവത്തെ ലോകം മുഴുവനും അറിയണം. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് യോനയോട് സംസാരിച്ചു, എഴുതുക. യോനയ്ക്ക് എന്തെല്ലാം ചരിത്രങ്ങൾ എഴുതാൻ കാണും. പക്ഷെങ്കിൽ അതൊന്നും ദൈവത്തിന് മുൻപിൽ വിലയേറിയതല്ല. നിനവെ പട്ടണത്തെ നോക്കുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ 100%, 100%, 1,20,000 പേർ ജനവാസം ഉണ്ടായിരുന്നതായ ഒരു പട്ടണം ദൈവത്തിന്റെ വാക്ക് കേട്ടപ്പോൾ ഒരൊറ്റ വ്യക്തി പോലും ഇല്ലാതെ 100% സാൽവേഷൻ, മാനസാന്തരത്തിലേക്ക് വന്ന ഏക പട്ടണം നിനവെയാണ്. വേറെ ഒരു കുടുംബങ്ങൾ പോലും ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങനെ 100% രക്ഷിക്കപ്പെട്ടതായി, മാനസാന്തരപ്പെട്ടതായി, പശ്ചാത്തപിച്ചതായി, അനുദപിച്ചതായി, കരഞ്ഞതായി, ഉപവസിച്ചതായി, മൃഗങ്ങളടക്കം ബോധിച്ചതായി തിരുവചനത്തിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. നിനവേ മാത്രം. ഇതെല്ലാം ദൈവം വരുത്തിയത് എന്തിനാണെന്നറിയാമോ? അതൊരു സംഭവമാക്കി മാറ്റാനല്ല, വരും ലോകത്ത് നമുക്ക് ചില പാഠങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി തരുവാൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം യോനയോട് ചോദിക്കുന്ന 2 ചോദ്യം എഴുതി കുറിച്ചും കൊണ്ട് യോന പുസ്തകം അവസാനിപ്പിക്കുന്നു. അപ്പോൾ യോനയ്ക്ക് ആ വിഷയത്തിൽ ഒരു മനസ്സിലാക്കലുണ്ടായി. പശ്ചാത്തപിച്ചു, അയ്യോ, ഞാൻ ഇതുവരെയും ദൈവത്തോട് പറഞ്ഞു വന്നതെല്ലാം തെറ്റായിപ്പോയി. എൻ്റെ ചിന്ത വളരെ മോശമായിപ്പോയി. അത്യുന്നതനായ ദൈവത്തിൻ്റെ ചിന്താഗതി ഈ ജനങ്ങളെ ഭൂമിയിൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്നതായ മനുഷ്യർ, നിർദോഷികളായ മനുഷ്യരുടെ നാശത്തെ ഞാൻ ആഗ്രഹിച്ചു, ദൈവമോ അവരുടെ രക്ഷയെ ആഗ്രഹിച്ചു. നിനവയിലുള്ളതായ ജനങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ മാനസാന്തരപ്പെടുവാൻ പോകുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ അറിവ് കൊണ്ടുവന്നു. എന്നാൽ ദൈവത്തിന് അവരെ സംസാരിക്കുവാൻ ഒരു മനുഷ്യനെ ആവശ്യമായിരുന്നു. അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു നിസ്സാരമായ പാത്രമായിരുന്നു യോനയെന്ന് തനിക്ക് പിന്നീടാണ് മനസ്സിലായത്. തൻ്റെ അബദ്ധങ്ങളൊക്കെ മനസ്സിലായി. യോനയ്ക്ക് മനസ്സിലായതായ അബദ്ധത്തെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുൻപിൽ കൊണ്ടുവരികയാണ്. നമ്മുടെ അബദ്ധങ്ങളെ നമ്മൾ മനസ്സിലാക്കുവാൻ. നമ്മൾ പലപ്പോഴും കോപിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളോട് കോപിക്കുന്നത്, മാതാപിതാക്കളോട് കോപിക്കുന്നത്, അയൽവക്കക്കാരോട് കോപിക്കുന്നത്, സഹോദരങ്ങളോട് കോപിക്കുന്നത്, നാം ഇടപെടുന്ന വിഷയങ്ങളിലൊക്കെ കോപിക്കുന്നത് നിസ്സാരമായ കാര്യത്തിന് വേണ്ടിയാണെന്നുള്ളതായ കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്. നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ഉരുവാക്കുകയോ ചെയ്തിട്ടില്ലാത്തതായ അനേക വിഷയങ്ങൾക്ക് വേണ്ടി, നിന്റേതല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നീ പലപ്പോഴും കോപിച്ച് നിനക്ക് വിഹിതമില്ലാത്തതായ നിന്റെ സമാധാനം, ദൈവം നിനക്ക് തന്നതായ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ദുരനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഉപദേശിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്! ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നില്ലായിരുന്നു എങ്കിൽ ഈ പുസ്തകത്തിന് ചരിത്രം ഇങ്ങനെയല്ല എഴുതേണ്ടത്. ഈ സംഭവം അവസാനിപ്പിക്കേണ്ടതും ഇങ്ങനെയല്ല. വളരെ മനോഹരമായിട്ട് യോന കൊണ്ട് അവസാനിപ്പിക്കുന്ന പുസ്തകത്തിൻ്റെ അവസാനത്തിൽ കൺക്ലൂഷൻ ചെയ്യുന്നതായ ആ 2 വാചകം വരും തലമുറകൾ, ഏത് തലമുറകളിലും മനുഷ്യ ഹൃദയങ്ങളെ മനസ്സിലാക്കുവാൻ കഴിവുള്ളതായ ഏത് മനുഷ്യൻ്റെയും ഹൃദയത്തെ ടച്ച് ചെയ്യുന്നതാണ്, സ്പർശിക്കുന്നതാണ്. നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കുവാൻ ഇതിൽ കൂടിയതായ വലിയൊരു പുസ്തകം ആവശ്യമില്ല. എന്താണെന്നറിയാമോ? നിന്റെ സമാധാനം സൂക്ഷിക്കുവാൻ ദൈവത്തിന് കൊടുക്കുവാൻ ഉള്ളതായ ഒരു സമ്മാനം. ഈ സമ്മാനം നമ്മളൊന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ, അതിൻ്റെ അർത്ഥഗൗരവത്തോടു കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. അനേക പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഒരു കുരുടനെ ദൈവം സൗഖ്യമാക്കുമെങ്കിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ കുരുടന് കാഴ്ച ലഭിക്കുമ്പോൾ അവൻ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ കാണുന്നു എന്ന് പറയുകയല്ല, അവൻ പണ്ട് കാലത്ത് സ്പർശിച്ച്
നോക്കിയിട്ടുള്ളതായ പല കാര്യങ്ങളുടെയും അതിതായിരുന്നു അല്ലേ. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോൾ ഞാൻ കുടിച്ച വെള്ളത്തിൻ്റെ ആ ഗ്ലാസിൻ്റെ ആകൃതി ഇങ്ങനെയായിരുന്നല്ലേ, ആ വെള്ളം ഇങ്ങനെയായിരുന്നല്ലേ, അതിനൊരു നിറമുണ്ടായിരുന്നു, ഇതായിരുന്നല്ലോ നിറം. അന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അന്ന് എൻ്റെ മുറിയുടെ വാതിലുകളും എൻ്റെ കിടക്കയും മറ്റുള്ളതെല്ലാം ഞാൻ തപ്പി നോക്കി, എൻ്റെ വസ്ത്രമൊക്കെ ഞാൻ തപ്പി നോക്കി. എനിക്ക് വേറൊരു രൂപത്തിലാണ് അന്നത് മനസ്സിലായെങ്കിലും ഞാൻ വാസ്തവമായി കാണുമ്പോൾ അത് ഇങ്ങനെയായിരുന്നല്ലേ. ഇങ്ങനെയുള്ളതായ ചിന്ത കുരുടനിൽ എന്നുവരെ ഉണ്ടാകും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവൻ മരിക്കുന്നിടം വരെയും ഒരു 30 വയസ്സുള്ള ഒരു കുരുടനെ ദൈവം കാഴ്ചയുള്ളവനാക്കി മാറ്റിയിരുന്നാലും അവൻ്റെ ജീവിതത്തിലെ 30 വർഷക്കാലത്തെ അവൻ സ്പർശനം കൊണ്ട് തിരിച്ചറിഞ്ഞതായ ഓരോ കാര്യങ്ങളും നേരിൽ കാണുമ്പോൾ ഇതായിരുന്നുവല്ലോ. അവന് പെട്ടെന്നുള്ളതായ ഒരു പുതിയ ഉദ്യമം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലും കാഴ്ച കൊണ്ടുവരുമ്പോൾ, നമ്മുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമ്പോൾ, നമുക്കും വാസ്തവമായി നാം പ്രകാശത്തെ ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ, കാഴ്ചയെ ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ, ദൈവം തന്നതായ ആ പ്രകാശനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി വരുന്നുണ്ടെങ്കിൽ നമുക്കും തോന്നും, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയല്ലേ, ഞാൻ വിചാരിച്ചത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇതാണ് ശരി. ഇതാണ് യോനയിൽ സംഭവിച്ചത്. യോനയിൽ സംഭവിച്ചതായ ആ വലിയ ഒരു മനം മാറ്റം, അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നതായ ആ സത്യത്തെ, പരമാർത്ഥതയെ ഗ്രഹിക്കുവാൻ ദൈവം അവന് കൊടുത്തതായ ഒരു സാഹചര്യം അവന് വേണ്ടി മാത്രമായിരുന്നില്ല, അനേകർക്ക് അത് പ്രയോജനകരമായി തീരുവാൻ ദൈവം യോനയെ എഴുതുവാൻ പ്രേരിപ്പിച്ചു, അനേകരിലേക്ക് പകർത്തിക്കൊടുക്കുവാൻ. നമ്മുടെ ജീവിതത്തിൽ നാം അർഹിക്കാത്ത സമാധാനം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പ്രിയരെ, നമ്മുടെ കുടുംബത്തിലുള്ള സമാധാനം, സ്നേഹം, സന്തോഷം, ഐക്യത, ഇതിനെ നമുക്ക് നഷ്ടപ്പെടുത്താതെ നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം ആദ്യം സൂക്ഷിക്കണം. എങ്ങനെയാണെന്നറിയാമോ? നമ്മളെ സംബന്ധിക്കാത്ത വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പരാതി പറയാതിരിക്കുക. നാം സൃഷ്ടിച്ചിട്ടും നാം വളർത്തിക്കൊണ്ടുവരാത്തതുമായ അനേക കാര്യങ്ങളുടെ നഷ്ടത്തെ സന്തോഷത്തോടെ കാണുക. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ സൃഷ്ടിയാണിതെല്ലാം, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണിതെല്ലാം എന്ന് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു വ്യക്തി അവൻ സമാധാനമായി മാറും. അവൻ പോകുന്നിടത്തൊക്കെ സമാധാനമാകും. അവൻ വസിക്കുന്ന ഭവനം സമാധാന അന്തരീക്ഷത്തിലാകും. ഒരു സമാധാന പുത്രനായി അവൻ രൂപാന്തരപ്പെടും. അവിടെ ഐക്യതയുണ്ടാകും, ചോദ്യങ്ങളില്ല. അവൻ നോക്കുമ്പോൾ നമ്മുടെ വിഷയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ അനേക അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 99% കാര്യങ്ങളും നമ്മളെ സംബന്ധിക്കാത്ത വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. നാം സൃഷ്ടിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, നാം നേടിയെടുത്തിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വാദപ്രതിവാദങ്ങളാണ്. അതിൻ്റെ അവസാനമോ പലപ്പോഴും നമ്മുടെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തി കളയും, നമ്മുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്തുന്നു, മാതാപിതാക്കളെ നഷ്ടപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ആ മാതാപിതാക്കൾ നമുക്ക് സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും തന്നിട്ടുള്ളതായ മാതാപിതാക്കളോട് കോപിക്കുവാൻ അത് കാരണമാക്കും. കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് കളയുവാനുള്ളതൊരു കാരണമാകുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്നു പോകുവാൻ കാരണമാകുന്നു. കുടുംബങ്ങൾ തമ്മിൽ ഛിദ്രമാകുവാൻ കാരണമാകുന്നു. അയൽവക്കക്കാർ തമ്മിൽ വർഷങ്ങളായി മിണ്ടാതിരിക്കുവാൻ അത് കാരണമാണ്. കാരണം എന്താണ്? മൗഢ്യമായ ചിലയിലെ ധാരണ. അതിൻ്റെ മൂലകാരണത്തിലേക്ക് നോക്കിയാൽ നാം സൃഷ്ടിച്ചിട്ടില്ലാത്ത, നാം സമ്പാദിച്ചിട്ടില്ലാത്ത, നമുക്ക് രൂപം കൊടുക്കുവാൻ കഴിയാത്തതായ അനേക കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതായ കോപം. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് യോനയോട് ചോദിച്ചതായ ചോദ്യം നമ്മളിലേക്ക് ഉരുവിടുകയാണ്. നീ വളർത്തുകയോ അധ്വാനിക്കുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു ആമടക്കിനെ കുറിച്ച് നിനക്ക് പരാതിപ്പെടുവാൻ നീ തന്നെ ന്യായം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ദൈവം നമ്മോട് ചോദിക്കുകയാണ്, ഇടം കൈയോ വലം കൈയോ അറിയാതെ ജീവിതത്തിൽ എന്താണ് സത്യമെന്നും എന്താണ് തെറ്റെന്നും ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ 1,20,000 ജനങ്ങളെ 100% ദൈവത്തെ അനുസരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ദൈവം വിചാരപ്പെടുന്നതിൽ എന്താണ് തെറ്റ്? പ്രൈസ് ദി ലോർഡ്. ദൈവം ഈ ചോദ്യത്തിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.